ഓം ഹരിശ്രീ ഗണപതേ നമ. ഓം സം സരസ്വത്യേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. ഭഗവാന്റെ ജന്മദിനമാണിന്ന്. ഇന്ന് അർദ്ധരാത്രി ഭഗവാൻ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാവരും അവരവരുടെ വീടുകളെല്ലാം അടിച്ചു തളിച്ച് ശുദ്ധമാക്കി വ്രതമെടുക്കാൻ ഒരുങ്ങി, ഭഗവാനെ വരവേൽക്കാൻ ഒരുങ്ങി, പൂജകളൊക്കെ ചെയ്ത് ഉപവസിച്ച് അർദ്ധരാത്രി ആ ഭഗവത് കഥകൾ കേട്ട് ഭഗവത് കീർത്തനങ്ങൾ പാടി, അവതാര കീർത്തനങ്ങൾ പാടി ഭഗവാനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണെന്നറിയാം. എന്നിരിക്കെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് അതായത് ഇപ്പോൾ ഈ കാർത്തിക 24 നാഴികയ്ക്കാണ് ഉണ്ടായിരുന്നത്. അതായത് അതിരാവിലെ 3:20 മുതൽ രോഹിണി നക്ഷത്രം തുടങ്ങിക്കഴിഞ്ഞു. ആ രോഹിണി നക്ഷത്രം ഇനി നാളെ 27-ാം തീയതി വെളുപ്പിനെ 2:20 വരെ ഉണ്ടാകും. അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും കൂടെ ചേരുന്ന അർദ്ധരാത്രിയിലാണ് ഭഗവാൻ ജനിച്ചത്. ആ അർദ്ധരാത്രി അവതാര സമയത്ത് എല്ലാവരും ഭഗവാനെ സ്മരിച്ച് കീർത്തനങ്ങൾ പാടി ഭഗവാൻ ആരതി ഒഴിഞ്ഞ് പൂജകൾ ചെയ്ത് നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിക്കാൻ മറക്കരുത്. കുറഞ്ഞതൊരു തുളസിമാലയെങ്കിലും ചാർത്തണം. തൃക്കൈവെണ്ണ വയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. കദളിപ്പഴം, തൃക്കൈവെണ്ണ ഇതൊക്കെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ്. അതെല്ലാം നിവേദ്യമായി സമർപ്പിക്കണം. അതുപോലെ നമ്മുടെ ഭവനങ്ങളിലും കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ അതെല്ലാം നിവേദ്യമായി സമർപ്പിച്ച് പ്രത്യേക പൂജകൾ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഈ നാനാ അവതാരങ്ങളെടുത്ത് ലീലകളാടുന്ന ഭഗവാന്റെ പുണ്യം നിറഞ്ഞ കഥകൾ കേൾക്കുന്നത് നമ്മുടെ ചെവികൾക്കും മനസ്സിനും ആനന്ദം നൽകുക തന്നെ ചെയ്യും. എന്ത് കേട്ടാലാണോ മനുഷ്യർക്ക് ഭോഗവിഷയങ്ങളിൽ വൈരാഗ്യമുണ്ടായിട്ട് ഭഗവത് ഭക്തന്മാരിൽ താല്പര്യവും ഭഗവാനിൽ ഭക്തിയും ഉണ്ടായി അന്ധകരണം ശുദ്ധമാകുന്നത്, ആ കഥകൾ വീണ്ടും വീണ്ടും കേൾക്കാനും പറയാനും മറ്റ് ഭഗവത് ഭക്തരിലേക്ക് എത്തിക്കാനും കഴിയുമാറാകട്ടെ. അതിനായി ഭഗവാൻ ആയുസ്സും ആരോഗ്യവും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ അധ്യായത്തിൽ 1-ാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞത് കംസൻ വസുദേവരെയും ദേവകീദേവിയെയും കാരാഗ്രഹത്തിലടച്ചു. ആ നാരദമുനിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് അപ്രകാരം ചെയ്തതല്ലേ. അങ്ങനെ കാരാഗ്രഹത്തിലടച്ച് കഴിഞ്ഞ് ആദ്യമായി ഉണ്ടായ കീർത്തിമാൻ എന്ന പുത്രനെ വധിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായ കംസൻ പിതാവായ ഉഗ്രസേനനെ തുറുങ്കിലടയ്ക്കുന്നു. അതുമാത്രമല്ല, അനുചരന്മാരായ മറ്റ് അസുരന്മാരെ നിയോഗിച്ച് അയക്കുകയാണ് യാദവരെ വധിക്കാനായി. എന്തുകൊണ്ടാണ് യാദവരെ വധിക്കുന്നത്? അസുരന്മാരായ ഈ അസുരാംശമുള്ളവരെ ആണ് കംസനും മറ്റുള്ളവരും. അതുപോലെ യാദവരെ ദേവാംശമുള്ളവരാണ്. അതുകൊണ്ടാണ് യാദവരെ വധിക്കാനായി അസുരന്മാരെ അയക്കുന്നത്. പ്രലംബൻ, ബഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഖൻ, ദ്വിവിധൻ, മുഷ്ടികൻ, അരിഷ്ടൻ, പൂതന, കേശി, ധേനുകൻ, ബാണൻ, നരകൻ, ജരാസന്ധൻ എന്നിവരെ നാടിൻ്റെ നാനാഭാഗത്തേക്കും അയച്ച് യാദവരെ പല വിധത്തിലും ഉപദ്രവിക്കുന്നു. കംസൻ്റെ ഉപദ്രവം ഭയന്ന് അവരും നാട് വിട്ട് മറ്റ് ദേശങ്ങളിലേക്ക് പലായനം ചെയ്ത് ഒളിച്ചു താമസിക്കുകയാണ്. ഇതിനിടെ ദേവകി പ്രസവിച്ച കുഞ്ഞുങ്ങളെല്ലാം മരണഭയം നിമിത്തം ഇതിലാരാണ് എന്നെ കൊല്ലുന്നത് എന്നുള്ള ഭയമാണ് കംസന്. തൽക്ഷണം തന്നെ ജനിച്ച ഉടനെ തന്നെ വധിക്കുകയാണ് ഓരോ കുഞ്ഞുങ്ങളെയായിട്ട്. ഇപ്രകാരം 6 കുഞ്ഞുങ്ങളെയും വധിച്ചു. പാവം ദേവകി ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ കണ്ണു നിറയെ ഒന്ന് കാണാനോ ഒന്ന് ഉമ്മ വച്ച് ലാളിക്കാനോ എന്തിന് ഒരു തുള്ളി മുലപ്പാൽ ഇളം ചുണ്ടിൽ ഇറ്റിച്ച് കൊടുക്കാനോ ഒന്നും കഴിയാതെ വിങ്ങി വിങ്ങി കരഞ്ഞ് എന്തായിരിക്കും സങ്കടം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇല്ലേ. ഭഗവാനെ, എന്ത് വിധിയാണിത്! ഒരു സ്ത്രീക്ക് ഇപ്രകാരം ഉള്ള അനുഭവം ഉണ്ടാകാതെ ഇരിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഒന്ന് ഓർത്ത് നോക്കൂ. 1 അല്ല 2 അല്ല 6 കുഞ്ഞുങ്ങളെയും ആ കംസനാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ദേവകി 7-ാമതും ഗർഭം ധരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ 6 പേരെയും വധിച്ചു. ഇനി ഈ കുഞ്ഞിനെയും
വധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും ദേവകി ആഗ്രഹിക്കുകയാണ്, ചെറിയൊരു നേരിയ പ്രതീക്ഷ വയ്ക്കും, ഇതിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ദേവകിക്ക് തന്നെ അറിയാം ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചെങ്കിലും കിട്ടുകയില്ല, സഹോദരൻ്റെ കയ്യാൽ മരണപ്പെടുന്നത് തന്നെയായിരുന്നു ഇതിലും നല്ലതെന്നും ദേവകിക്ക് തോന്നി. പക്ഷേ ദേവകി ഇങ്ങനെയെല്ലാം ചിന്തിച്ചാലും വിധിയെ മാറ്റിമറിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? 8ാമത്തെ പുത്രൻ വധിക്കുമെന്നല്ലേ അശരീരി കേട്ടത്. അങ്ങനെ എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതെയാക്കാനായി ഭഗവാൻ ശ്രീഹരി യോഗമായ ദേവിയോട് അപേക്ഷിക്കുകയാണ്. അല്ലയോ ദേവി, ഗോകുലത്തിലേക്ക് പോയാലും അവിടെ നന്ദഗോപരും പത്നിയായ രോഹിണിയും മറ്റ് യാദവരും കംസനെ ഭയന്ന് കഴിയുകയാണ്. എൻ്റെ അംശമായ ആദിശേഷൻ ദേവകിയുടെ ഉദരത്തിൽ ജന്മമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ദേവി ആ ഗർഭത്തെ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റണം. അതിനുശേഷം ഞാൻ തന്നെ ദേവകിയുടെ ഉദരത്തിൽ അവതാരമെടുക്കുന്നുണ്ട്. അപ്പോൾ ദേവിയും നന്ദപത്നിയായ യശോദയിൽ പിറന്നാലും. അങ്ങനെ നന്ദപത്നിയായ യശോദയിൽ പിറവിയെടുത്ത ദേവിയെ സർവാഭീഷ്ടപ്രദായിനിയും സർവകാമേശ്വരിയുമായ ദേവിയെ സർവ മനുഷ്യരും എല്ലാവിധ സർവോത്കർഷേണ സർവവിധ ആചാരങ്ങളോടെയും ഉപാസനകളോടെയും പൂജിക്കും. അവർ നിരവധി ക്ഷേത്രങ്ങൾ ദേവിക്കായി നിർമ്മിച്ചിട്ട് പല പല പേരുകളിൽ, അതായത് ദുർഗ, വൈഷ്ണവി, ഭദ്രകാളി, ചാമുണ്ഡി, വിജയ, അംബിക, കുമുദ, കൃഷ്ണ, മാധവി, മീനാക്ഷി, മായ, നാരായണി, ഈശാനി, കന്യക, ശാരദ ഇങ്ങനെയുള്ള നാമധേയങ്ങളിൽ ദേവിയെ പൂജിച്ച് ആരാധിക്കും എന്ന് പറയുകയാണ്. അപ്പം ദേവകിയുടെ ഗർഭത്തിൽ ഇപ്പോഴുള്ള കുഞ്ഞ് സംഘർഷണം കൊണ്ട് ഈ സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെടും. ഈ സംഘർഷണം എന്ന വാക്കിൻ്റെ അർത്ഥം വലിച്ചെടുക്കുക, ആകർഷിക്കുക എന്നൊക്കെയാണല്ലോ. ഇവിടെ ഈ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും എടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ കൊണ്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും സംഘർഷണൻ, ആ വലിച്ചെടുക്കുന്ന ആ പ്രക്രിയ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡ്രോയിങ് ഔട്ട്, പ്ലവിങ്, അട്രാക്ഷൻ എന്നൊക്കെയാണ്. ഇവിടെ ആ ഡ്രോയിങ് ഔട്ട് എന്നുള്ള മീനിങ് ആയിരിക്കും കറക്റ്റ്, വലിച്ചെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഈ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും എടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്ന ആ ഭ്രൂണത്തെ. അങ്ങനെ ആദിശേഷൻ്റെ അംശാവതാരമായതുകൊണ്ട് ഈ സംഘർഷണൻ എന്നുള്ള വാക്കിന് അനന്തൻ, ബലഭദ്രൻ എന്നൊക്കെ തന്നെയാണ് അർത്ഥവും. ഇനി ബലം കൊണ്ട് ബലഭദ്രൻ എന്ന പേരും ലോകരെ രമിപ്പിക്കുന്നവനായി ഇരിക്കുന്നതിനാൽ രാമനെന്നും ഈ കുഞ്ഞ് പ്രസിദ്ധനായി തീരുമെന്ന് ഭഗവാൻ പറയുകയാണ്. ആദിശേഷൻ ഭഗവാന്റെ അംശമാണ്. ആ ആദിശേഷനാണ് ബലരാമനായി പിറക്കുന്നത്. രോഹിണിയുടെ പുത്രനായ ബലരാമന് എങ്ങനെ ദേവകിയുടെ ഗർഭവുമായി ബന്ധമുണ്ടായി എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നില്ലേ? എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണുമെന്നറിയാം. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി ഭഗവാൻ ആ യോഗമായ ദേവിയോട് പറഞ്ഞതനുസരിച്ച് ദേവി ആ ഗർഭത്തെ തൻ്റെ മായയാൽ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റുകയാണ്. ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന് മറ്റുള്ളവരെല്ലാവരും പറയുന്നു. അനന്തരം ഭഗവാന്റെ കർത്തവ്യങ്ങൾ ഇനിയാണല്ലോ കിടക്കുന്നത്, അല്ലേ? ദേവകിയുടെ ഗർഭത്തിൽ 8ാമത്തെ കുഞ്ഞായി ജനിക്കണ്ടേ? അതിനായി ഭഗവാൻ ആദ്യമായി വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടെ വസുദേവർക്ക് അഭൗമമായ അതായത് അപാരമായ ഒരു തേജസ് ഉണ്ടാവുകയാണ്. ഭഗവത് ചൈതന്യം വന്ന് നിറഞ്ഞു. സൂര്യശോഭയെ വെല്ലുന്ന തേജസ്സാണ്. അതോടെ ഈ വസുദേവർക്ക് അലംഘ്യമായ ശക്തി ഉണ്ടാകുന്നു. ഭഗവാൻ വസുദേവരുടെ രേതസ്സിലൂടെ ആ ദേവകിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ആ ചൈതന്യം ദേവകിയിലാണുള്ളത്. ഭഗവത് ചൈതന്യത്തെ ഉദരത്തിൽ വഹിച്ച് ദേവകിയും പൂർണ്ണചന്ദ്രനെ പോലെ അങ്ങനെ വിളങ്ങുകയാണ്. പക്ഷേ ദേവകി ജയിലറയ്ക്കുള്ളിലായതിനാൽ ആ ചൈതന്യം കേവലം കുടത്തിനകത്ത് ജ്വലിക്കുന്ന വിളക്ക് പോലെയായി എന്നാണ് പറയുന്നത്. കുളത്തിനകത്ത് കത്തിച്ചു വെച്ച വിളക്കിൻ്റെ പ്രകാശം പുറത്തേക്ക് പ്രവഹിക്കുമോ? ഇല്ലല്ലോ, അത് വ്യാപിക്കില്ല. അതുപോലെ ആയിപ്പോയി. അതുപോലെ തന്നെ വേറൊരു ഉപമ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനവഞ്ചകൻ്റെ വിദ്യ എന്ന പോലെയും എന്നാണ്. ജ്ഞാനം യോഗ്യവാനായ ഒരു ശിഷ്യന് നൽകാൻ വൈമുഖ്യം കാണിക്കുന്നവനെയാണ് ജ്ഞാനവഞ്ചകൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗുരു വിചാരിക്കുകയാണ് തന്നേക്കാൾ മിടുക്കനാകരുത് ശിഷ്യൻ എന്ന് കരുതി എല്ലാം ഒന്നും പറഞ്ഞു കൊടുക്കില്ല ജലശിഷ്യൻ ഗുരുക്കൾ. അതുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റാരും അറിയാതെ പോയി ആ ദേവകിയുടെ ഈ ചൈതന്യവും ഈ ഗർഭവും. പക്ഷേ അറിയേണ്ടവർ യഥാവിധി അറിയുക തന്നെ ചെയ്തു. മറ്റാരുമല്ല,
ഇതുമാത്രം ചിന്തിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ ആദി പിടിച്ചിരിക്കുന്ന ആ കംസൻ ദേവകിയുടെ ചൈതന്യം കണ്ടിട്ട് ചിന്തിക്കുകയാണ്. കിമദ്യ തസ്മിൻ കരണീയമാശുമേ യദർദ്ധതന്ത്രോ ന വിഹന്തി വിക്രമം സ്ത്രീയാ സ്വസുർഗുരുമതിയാവധോയം യശശ്രിയം ഹന്ത്യനുകാലമായയുഹു. ഇവളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവളുടെ മേൽ ഞാൻ എൻ്റെ അധികാരവും ബലവും പൗരുഷവും കാണിക്കുന്നത് ന്യായമാണോ? ഇവളെൻ്റെ സഹോദരിയല്ലേ? അതുമല്ല, ഗർഭിണിയുമാണ്. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് ചിന്താവിഷ്ടയായ സീതയിൽ, രുചയാർന്നുമകം കനിഞ്ഞു തൻ പ്രജയെ പോറ്റുമുറുമ്പു പോലുമേ എന്ന്. ആ സീതയെ രാമൻ ഉപേക്ഷിക്കില്ലേ? ഗർഭിണിയായിരിക്കുന്ന സീതയാണ് ആ ലവകുശന്മാരെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ സീതാദേവി ഒറ്റയ്ക്ക് ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഓർക്കുന്നതാണത് ആ ചിന്താവിഷ്ടയായ സീതയിൽ. അതായത് ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര വെരി സ്മോൾ ക്രീച്ചർ അല്ലേ? അപ്പോൾ ആ ഒരു ചെറിയ പ്രാണി പോലും ഗർഭിണിയായ തൻ്റെ ഭാര്യയെ വളരെ സന്തോഷത്തോടെ സംരക്ഷിക്കും എന്ന് സീത വിചാരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കംസൻ സഹോദരിയാണ്, കംസൻ്റെ സഹോദരിയാണ് ദേവകി. ആ സഹോദരിയാണല്ലോ, അതുമല്ല അവൾ ഗർഭിണിയുമാണ് എന്ന് വിചാരിക്കുകയാണ്. അവളെ ഞാൻ കൊന്നാൽ, അതായത് വധിച്ചാൽ, എൻ്റെ ഇന്ന് വരെയുള്ള സർവ്വകീർത്തിയും അസ്തമിക്കും. ക്രൂരകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല, അവൻ മരിച്ചതിന് സമമാണ്. തന്നെയല്ല മറ്റുള്ളവരെന്നെ ശപിക്കുകയും ചെയ്യും എന്ന് കംസൻ വിചാരിക്കുകയാണിങ്ങനെ. അവന് നരകവാസമാണ് പിന്നെ വിധിച്ചിരിക്കുന്നത്. സ്ത്രീഹത്യ പാപമാണല്ലേ? ഇവളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവളുടെ ഗർഭത്തിലാണല്ലോ എൻ്റെ കാലനായ വിഷ്ണു വസിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ട് കംസൻ ദേവകിയെ തൽക്കാലം വധിക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. ഭഗവാനിൽ വൈരാഗ്യ ബുദ്ധിയോടെ ദേവകി പ്രസവിക്കുന്നതും കാത്തിരിക്കുകയാണ് കംസൻ. ഊണില്ല, ഉറക്കമില്ല, എന്ത് ചെയ്യുമ്പോഴും എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ നോക്കിയാലും വിഷ്ണു തന്നെ വധിക്കാനായി വരുന്നത് പോലെ തോന്നുകയാണ്. എത്ര ശക്തനാണെങ്കിലും മരണഭയം അവനെ എത്രമാത്രം ഗ്രസിച്ചിരിക്കുന്നു എന്ന് നോക്കുക. എല്ലായിടവും വിഷ്ണുമയമാണ് കംസന്. അതുകൊണ്ട് ഒരു സമാധാനമില്ല. ഇനി ഈ ദേവകിയുടെ ഗർഭവിവരം അറിഞ്ഞിട്ട് ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മറ്റ് ദേവന്മാർ, താപസശ്രേഷ്ഠന്മാർ എല്ലാവരും ചേർന്ന് ദേവകിയുടെ ഗർഭത്തിലുള്ള ആ ശ്രീഹരിയെ സ്തുതിക്കുകയാണ്. അനശ്വരമായ ശ്രേഷ്ഠസ്ഥാനത്തോടു കൂടിയവനും ത്രികാലങ്ങളിലും നാശമില്ലാത്തവനും സത്യത്തിൻ്റെ കാരണഭൂതനും സത്യത്തിൽ വർത്തിക്കുന്നവനും സത്യദർശനം, സത്യവാക്ക് എന്നിവയെ നൽകുന്നവനും സത്യസ്വരൂപനുമായ നിന്തിരുവടിയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അടുത്തതായി ദേവന്മാർ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായിട്ട് കണ്ട് വർണ്ണിക്കുകയാണ്. ആ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിലെ ഫലങ്ങളാണ് സുഖദുഃഖങ്ങൾ, വേരുകളാകുന്നത് സത്വരജസ് തമോ ഗുണങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് ധർമാർത്ഥ കാമമോഹങ്ങളാണ് രസങ്ങൾ. ഇനി 5 ജ്ഞാനേന്ദ്രിയങ്ങൾ: ത്വക്ക്, മാംസം, അസ്ഥി, രേതസ്, രക്തം, മേധസ്, മജ്ജ എന്നിങ്ങനെ 7 ധാതുക്കൾ. പഞ്ചഭൂതങ്ങൾ: മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 8 ശിഖരങ്ങൾ. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്നിങ്ങനെ 5 പ്രാണങ്ങൾ. കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നീ 5 ഉപപ്രാണങ്ങൾ. ഇവയെല്ലാം ചേർന്ന 10 ഇലകൾ. ഇനി നവദ്വാരങ്ങളെ പറഞ്ഞിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ പൊത്തുകളെന്നാണ്. 2 കണ്ണുകൾ, 2 ചെവികൾ, 2 നാസാദ്വാരങ്ങൾ, വായ, മലദ്വാരം, ലിംഗം. ഇങ്ങനെ ആ മരത്തിന് 9 പൊത്തുകളുമുണ്ട്. ഇപ്രകാരമുള്ള പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിൻ്റെ ഒരേ ഒരു ആധാരം അവിടുന്ന് മാത്രമാകുന്നു. ഇത് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ. അതായത് പ്രപഞ്ചമാകുന്ന വൃക്ഷം അത് ഭഗവാനാണ് അതിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ. ഈ പ്രപഞ്ചവൃക്ഷത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം എല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങ് മാത്രമാണല്ലോ. അവിടുത്തെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടവർ അങ്ങയെ പലതായി കാണുന്നു. അതായത് അങ്ങൊന്നാണ്, പരബ്രഹ്മസ്വരൂപമാണ്, അങ്ങയെ പലതായി കാണുന്നു. ഇനി സജ്ജനങ്ങളെ അങ്ങ് സംരക്ഷിക്കുന്നു, ദുർജനങ്ങളെ അങ്ങ് നശിപ്പിക്കുന്നു. സകല ചരാചരങ്ങളെയും മോക്ഷത്തിനായി, അതായത് സകല ചരാചരങ്ങളുടെയും മോക്ഷത്തിനായി, ക്ഷേമത്തിനായി കാലാകാലങ്ങളിൽ അങ്ങ് എത്രയോ അവതാരങ്ങൾ എടുത്തിരിക്കുന്നു. നമുക്കറിയാം, മത്സ്യം, കൂർമ്മം, വരാഹം, നൃസിംഹം, വാമനൻ, അതുപോലെ പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഇപ്പോൾ ശ്രീകൃഷ്ണാവതാര സമയത്താണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാ അവതാരങ്ങളും ഇനി കാലാകാലങ്ങളിൽ ഇങ്ങനെ എടുത്തിരിക്കുന്ന ആ അവതാരങ്ങൾ
അതുപോലെ തൃപ്പാദഭക്തിയാകുന്ന ആ തോണിയിൽ കയറി ആ ഭക്തന്മാർ ഈ സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്യുകയാണ്. ആ തൃപ്പാദങ്ങളിലുള്ള വിശ്വാസവും ഭക്തിയും ഇല്ലാത്തവർ എത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയാലും ആ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കും എന്ന് പറയുകയാണ്. നമുക്കറിയാം, എത്ര ഉയരത്തിൽ നിന്ന് വീഴുന്നു അത്രയും വീഴ്ചയുടെ ആഘാതം കൂടും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഭക്തരല്ലാത്തവരാ എത്ര ഉയരത്തിലെത്തിയാലും അവിടെ ഒരു അധപ്പതനം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഭഗവത് ഭക്തി എപ്പോഴും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പരമഭക്തരായവർക്ക് ഇപ്രകാരമുള്ള ആ പതനം സംഭവിക്കില്ല എന്നും പറയുന്നു. അങ്ങയുടെ സംരക്ഷണത്തിലായതിനാൽ അവർ സർവ്വവിഘ്നങ്ങളെയും തരണം ചെയ്ത് മുന്നേറും. ജനങ്ങൾ അങ്ങയെ പലവിധത്തിൽ പൂജിച്ച് പ്രസാദിപ്പിക്കുന്നു. യജ്ഞം, തപസ്, സമാധി മുനിമാരാണ്. ആ മോക്ഷം അവസാനത്തെ പടിയാണല്ലോ സമാധി, അതായത് ഭഗവാനിൽ ലയിക്കുന്നു. സത്വഗുണങ്ങളോടെ ഇപ്രകാരമുള്ള അവതാരങ്ങളെ സ്വീകരിക്കുന്നതിനാൽ ഭക്തന്മാർ അവരുടെ അജ്ഞാനമകന്ന് മോക്ഷത്തെ പ്രാപിക്കുന്നു, മുക്തരായിത്തീരുന്നു. അവിടുത്തെ തിരുനാമങ്ങളെയും ഗുണങ്ങളെയും സദാ പ്രകീർത്തിക്കുകയും കേൾക്കുകയും സ്മരിക്കുകയും തൻ്റെ മനസ്സിനെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തവർക്ക് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ല. അങ്ങയുടെ ജന്മം കൊണ്ട് ഈ ഭൂമി പവിത്രയായി തീർന്നിരിക്കുന്നു. മുൻപ് പല പ്രകാരത്തിലുള്ള അവതാരങ്ങൾ അങ്ങ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അവിടുത്തെ ലീലകളാൽ അങ്ങ് ഞങ്ങളെയും ത്രിലോകങ്ങളെയും രക്ഷിച്ച് കാത്തുകൊള്ളുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോഴും ആ ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. ഈ ദേവകി ദേവിയുടെ ഗർഭത്തിൽ അല്ലയോ യദൂത്തമ എന്ന് വിളിച്ചിരിക്കുന്ന യാദവ വംശത്തിൽ ജനിച്ച ശ്രേഷ്ഠൻ എന്നാണ് യദൂത്തമൻ എന്ന വാക്കിനർത്ഥം. അങ്ങേക്ക് നമസ്കാരം, അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അനന്തരം ആ ദേവന്മാരും ഋഷിമാരും ദേവകിയോട് പറയുകയാണ്, അല്ലയോ ദേവകീ ദേവിയുടെ ഉദരത്തിൽ പരമ്പൊരുളായ ഭഗവാൻ അവതരിച്ചിരിക്കുന്നുവല്ലോ. ആ കംസനെ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, കാരണം അന്തകൻ അവൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അവിടുത്തെ ഗർഭത്തിലുള്ള ആ കുഞ്ഞ് ജനിച്ചാൽ മതി, ഭഗവാൻ പുറത്തേക്ക് വന്നാൽ മതി. അവൻ്റെ അന്ത്യം അടുത്തു, അവൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഭഗവാൻ നിങ്ങളെയെല്ലാം രക്ഷിച്ചുകൊള്ളും എന്ന് പറയുകയാണ്. ദേവന്മാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ദേവകിയുടെ ഗർഭത്തിലുള്ള ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. അതിനുശേഷം ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും നേതൃത്വത്തിൽ അവർ സ്വർഗലോകത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇനി ശ്രീകൃഷ്ണ, അതായത് ഗർഭത്തിലായല്ലോ ഭഗവാൻ, ഇനി ഗർഭകാലം ഇങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ അവതാര വർണ്ണനയാണ് ഇനി. ദേവകിയുടെ ഗർഭകാലം അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കാൻ പോവുകയാണ്. പ്രകൃതിയിലും അതിൻ്റെ എല്ലാം മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. അതാണ് ഇനി പറയുന്നത്. ദിക്കുകളെല്ലാം പ്രകാശമാനമായി, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം താങ്കളുടെ ക്ഷേത്രങ്ങളിൽ ബലവാന്മാരായി കാണപ്പെട്ടു. മാത്രമല്ല ആകാശത്ത് ശുഭനക്ഷത്രങ്ങൾ ഉദിച്ചുയർന്നു കാണപ്പെട്ടു. നദികളെല്ലാം ശുദ്ധവും സ്വച്ഛവുമായ ജലത്തോടുകൂടി അങ്ങനെ തെളിനീരായിട്ട് ഒഴുകാൻ തുടങ്ങി. ഭൂമി ഫലഭൂയിഷ്ടമായി. ജലാശയങ്ങളിലാണെങ്കിൽ ജലസസ്യങ്ങൾ വളർന്നങ്ങനെ പുഷ്പിച്ചു നിന്നു. വൃക്ഷലതാദികൾ പൂത്തുലഞ്ഞ് ഫലങ്ങളാൽ സമൃദ്ധമായി കാണപ്പെട്ടു. പക്ഷികളും വണ്ടുകളും ശുഭസൂചകമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അങ്ങനെ മൂളിപ്പാട്ട് പാടി നടന്നു. പുഷ്പങ്ങളുടെ സുഗന്ധവും വഹിച്ചുകൊണ്ടാണ് കാറ്റ് നാലുപാടും വീശുന്നത്. ഇളം തന്നൽ ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുന്നു. ഹോമകുണ്ഡങ്ങളിലെ അഗ്നിജ്വാലകൾക്ക് പ്രത്യേക ഒരു കാന്തി ശുഭസൂചകമായി ആ അഗ്നികുണ്ഡങ്ങളും എരിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും കാത്തിരുന്ന ആ ശുഭമുഹൂർത്തത്തിൻ്റെ സമയമായ ശുഭമുഹൂർത്തമായി, അതായത് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കാൻ ഉള്ള സമയമായി എന്നർത്ഥം. ആകാശത്താണെങ്കിൽ ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കാൻ തുടങ്ങി. കിന്നരന്മാരും ഗന്ധർവന്മാരും പാട്ടുപാടാൻ തുടങ്ങി. വിദ്യാധരന്മാരും അപ്സരസുകളും നൃത്തമാടാൻ തുടങ്ങി. ആ സംഗീതത്തിനൊപ്പിച്ച് സിദ്ധന്മാരും ചാരണന്മാരും വാഴ്ത്തി സ്തുതിക്കുന്നു. ദേവന്മാരും മുനിമാരും പുഷ്പവൃഷ്ടി നടത്തുന്നു, സ്തുതിക്കുന്നു. അതുപോലെ സമുദ്രങ്ങൾ പതുക്കെ ഗർജിക്കുന്നു. അതായത് തിരമാലകൾ അടിക്കുന്ന ശബ്ദത്തെയാണ് ഈ ഗർജിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന. അർദ്ധരാത്രിയായപ്പോൾ കിഴക്ക് ദിക്കിലെ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭയോടുകൂടിയ ഒരു കുഞ്ഞിന് ദേവകി ജന്മം നൽകിയാണ്. ഭഗവാൻ ശ്രീഹരി അങ്ങനെ പൂജാതനായി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. അങ്ങനെ ആ ഭഗവാനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് എല്ലാവരും. ആ ജനിച്ചു വീണ ഉടനെ ശംഖചക്ര ഗദാപത്മങ്ങളോടെ 4 തൃക്കൈകളോടും ആ കൈകളിലെല്ലാം ശംഖചക്ര ഗദാ ചക്രം ഗദാ പത്മം ഇവകളോടെയാണ് ജനിച്ചു ആ രൂപം നമ്മൾ കാണുന്നത്. വക്ഷസ്ഥലത്ത് ശോഭിക്കുന്ന കൗസ്തുഭം, ശ്രീവത്സം എന്നിവയോടെ, അതുപോലെ പീതാംബരം മഞ്ഞപ്പട്ട് അപ്പോഴേ ഉടുത്തിട്ടുണ്ടെന്നാണ്. പല വിധത്തിലുള്ള ആഭൂഷണങ്ങൾ ഇവ ധരിച്ച് ഭഗവാന്റെ ആ ദിവ്യരൂപം ദർശിച്ച് വസുദേവർ അത്ഭുതപരതന്ത്രനായി തീരുകയാണ്. എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും? ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ സ്വന്തം പുത്രനായി ജനിച്ചിരിക്കുകയാണ്. വസുദേവർ അത്യധികം സന്തോഷിച്ചിട്ട് ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ ദാനമായി നൽകാമെന്ന് നേർന്നു വെക്കുകയാണ്. ഭഗവാന്റെ ഇപ്പോൾ കാരാഗ്രഹത്തിലാണല്ലോ, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആ ഭഗവാന്റെ ദീപ്തിയാൽ ആ സൂതികാലയം എന്ന് പറഞ്ഞാൽ പ്രസവ മുറിയെയാണ് സൂതികാലയം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാശമാനമായി തീർന്നു ഭഗവാന്റെ ആ ദീപ്തി, പ്രകാശം, ശോഭ കൊണ്ട്. ആ ഭഗവാനെ നോക്കി വസുദേവർ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. ഇനി ആ ചിത്പുരുഷനും പരമാനന്ദ സ്വരൂപനും അതുപോലെ സകല ബുദ്ധിവൃത്തികളുടെ സാക്ഷിയും കേവലാനന്ദ സ്വരൂപനുമായ ഭഗവാനെ നമസ്കാരം. എൻ്റെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ഈ പ്രപഞ്ചത്തിന് പുറത്തു നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിക്കാതെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. അതുപോലെ സർവവ്യാപിയായി വിളങ്ങുന്ന ഭഗവാന് നമസ്കാരം. അവിടുന്ന് എല്ലാ തത്വങ്ങളെയും ഗുണങ്ങളെയും സമന്വയിപ്പിച്ചിട്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതുപോലെ കാണപ്പെടുന്നു, അത് മായയാണ്, എന്നാൽ അത് മിഥ്യയായ തോന്നലാണ്. ബ്രഹ്മാണ്ടം മുൻപേ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്നുവല്ലോ. സർവവ്യാപിയായി അങ്ങ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിയന്ത്രിക്കുന്നു. അങ്ങ് ലോകങ്ങളെ സംരക്ഷിക്കുന്നതിനായി സത്വഗുണം കൊണ്ട് ശുക്ലവർണ്ണത്തോടുകൂടി സ്വമായ കൊണ്ട് ആ സത്വഗുണപ്രധാനനായ മൂർത്തിയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടികർമ്മങ്ങൾക്കായി രജോഗുണത്തോടു കൂടിയ മറ്റ് രക്തവർണ്ണത്തോടു കൂടിയ ഒരു സ്വരൂപത്തെയും സംഹരിക്കുന്നതിനായി തമോ ഗുണത്തോടു കൂടിയതും കൃഷ്ണവർണ്ണത്തോടു കൂടിയതുമായ മറ്റൊരു സ്വരൂപത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഇപ്പോൾ ആസുരവൃത്തികളോടുകൂടിയ ക്ഷത്രിയരെ അതായത് കംസനെ പോലെയുള്ള ആ രാജാക്കന്മാരെ വധിക്കുന്നതിനായി എൻ്റെ ഗൃഹത്തിൽ എൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു. ദുഷ്ടനായ കംസനെ അങ്ങ് വധിക്കും. പക്ഷേ അങ്ങ് എൻ്റെ പുത്രനായി പിറക്കുമെന്നറിഞ്ഞ് അങ്ങയുടെ പൂർവജന്മാരെയെല്ലാം, അതായത് ആദ്യം ജനിച്ച കുഞ്ഞുങ്ങളെയാണ് ഇവിടെ പൂർവജന്മാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരെ എല്ലാം വധിച്ചു കളഞ്ഞുവല്ലോ ആ കംസൻ. അങ്ങ് അവതരിച്ചു എന്നറിയുന്ന നിമിഷം ആ ദുഷ്ടൻ വാളുമായി ഓടിയെത്തുമല്ലോ എന്ന് വസുദേവൻ ദുഃഖിക്കുകയാണ്. ഇവിടെ ദേവകീദേവി ആ മഹാപുരുഷ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ തൻ്റെ പുത്രനെ കണ്ട് വസുദേവരെ പോലെ തന്നെ അത്ഭുതപരതന്ത്രയായിട്ട് ആനന്ദിച്ചിരിക്കുകയാണ്. അവർക്ക് കംസനെ ഭയമുണ്ടെങ്കിലും ഭഗവാനെ സ്തുതിക്കുകയാണ്. വേദങ്ങളിൽ അവ്യക്തം ബ്രഹ്മം ജ്യോതിസ് നിർവികാരം നിർഗുണം സത്താമാത്രം നിർവിശേഷം നിരീഹം എന്നെല്ലാം പറയുന്നു. അങ്ങനെ പറയപ്പെടുന്ന അധ്യാത്മസ്വരൂപമായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അങ്ങ് എന്ന് ഞാൻ അറിയുന്നു. ആ ദിവരാർദ്ധകാലത്തിൽ പ്രളയാന്തത്തിൽ എല്ലാം പ്രളയത്തിൽ അമർന്നപ്പോഴും ശേഷിച്ചത് അങ്ങ് മാത്രമായിരുന്നല്ലോ. ഭഗവാൻ നിത്യനാണ്, അതുകൊണ്ടാണ് അങ്ങ് മാത്രം ശേഷിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം നാമാവശേഷമായി. സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും അങ്ങയുടെ വെറും ലീലാവിലാസങ്ങൾ മാത്രമാണല്ലോ. സർവർക്കും ഈശ്വരനും അഭയദായകനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. മൃത്യുവാകുന്ന ആ വ്യാളിയെ ഭയന്ന് എല്ലായിടത്തും ഓടി നടക്കുന്നവൻ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ആ അഭയം പ്രാപിച്ചിട്ട് സ്വസ്ഥമായി ഭയരഹിതനായി ശയിക്കുന്നു. ആ കാലന് പോലും അങ്ങയെ പേടിയാണല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ഇപ്പോൾ ഞങ്ങളെയെല്ലാം ദുഷ്ടനായ കംസനിൽ നിന്നും രക്ഷിച്ചാലും മറ്റുള്ളവർ കാണും മുമ്പേ ധ്യാനിക്കാൻ യോഗ്യമായ ഈ പുണ്യരൂപത്തെ മറച്ചാലും അവിടുന്ന് ഇവിടെ ജനിച്ച വിവരം കംസൻ അറിയാൻ ഇടവരുത്തരുതേ മഹാപ്രഭു. ഞാൻ കംസനെ വല്ലാതെ ഭയക്കുന്നു. അവനിൽ നിന്നും അങ്ങയെ ഞാൻ എങ്ങനെ രക്ഷിക്കും? അവിടുന്ന് ഈ രൂപത്തെ മറിച്ച് സാധാരണ രൂപം സ്വീകരിച്ചാലും ബ്രഹ്മാണ്ടത്തെ ഉദരത്തിൽ വഹിക്കുന്ന അങ്ങ് ഈ ഉള്ളവളുടെ ഉദരത്തിൽ ജനിച്ചുവെന്നറിഞ്ഞാൽ എന്നെ എല്ലാവരും പരിഹസിക്കും എന്ന് ദേവകീദേവി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്.
ഉടനെ ഭഗവാൻ പറയുകയാണ്, ദേവി, അങ്ങ് കഴിഞ്ഞ സ്വയംഭുവ മന്വന്തരത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ പൃശ്നി എന്ന സാധ്വയായ സ്ത്രീയായിരുന്നു. വസുദേവർ സുതപസ് എന്ന പുണ്യാത്മാവുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പുത്രലബ്ധിക്കായി കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ ഇലകൾ, അതായത് ഉണക്ക ഇലകളും കാറ്റും മാത്രം ഭക്ഷിച്ച് ശൈത്യ താപാദികൾ സഹിച്ച് കഠിന തപസ് ചെയ്തു. അതും 10,000 വർഷം. നിങ്ങളുടെ കഠിന തപസ്സിൽ സന്തുഷ്ടരായ ഞാൻ ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചത് എനിക്ക് സമമായ ഒരു പുത്രനെ മാത്രമായിരുന്നു. സന്താനങ്ങളില്ലാത്തവരും ഗ്രാമ്യഭോഗങ്ങൾ അനുഭവിക്കാത്തവരുമായ നിങ്ങൾ മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചില്ല. വരം ലഭിച്ച് സന്തുഷ്ടരായ നിങ്ങൾ സസുഖം വസിക്കുകയും ചെയ്തു. സൽഗുണസമ്പന്നനായ പൃശ്നിഗർഭൻ എന്ന പേരിൽ ഞാൻ പുത്രനായി നിങ്ങൾക്ക് ജനിച്ചു. പിന്നീട് അടുത്ത മന്വന്തരത്തിൽ നിങ്ങൾ അതിഥിയും കശ്യപനുമായി. ആ സമയത്തും ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിച്ചു. ആ സമയത്ത് ജനിച്ച പുത്രന്മാരാണ് ഇന്ദ്രൻ്റെ അനുജനായ ഉപേന്ദ്രൻ എന്നും ആകാരം കൊണ്ട് വാമനനായ, നമുക്കറിയാം മഹാബലിക്ക് മോക്ഷം കൊടുക്കുന്ന വാമനാവതാരം, അതാണ് അതിഥിയുടെയും കശ്യപൻ്റെയും മക്കൾ. പിന്നെ നമുക്കറിയാം അതിഥിയുടെയും കശ്യപൻ്റെയും അടുത്ത ജന്മമായിരുന്നുവല്ലോ ദശരഥനും കൗസല്യയും. അപ്പോൾ ആ സമയത്തും ശ്രീരാമൻ എന്ന പേരിൽ ഈ മഹാവിഷ്ണു തന്നെ പുത്രനായിട്ട് ജനിച്ചു. അപ്പോൾ എന്നെ വിളിച്ചു, ഇപ്പോഴിതാ മൂന്നാമതും ഞാൻ നിങ്ങൾക്ക് മകനായി പിറന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ശ്രീരാമൻ്റെ കാര്യം പറയുന്ന. ഇത് ഭാഗവതത്തിൽ ഇത്രയുമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എൻ്റെ ഈ ദിവ്യരൂപത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നതും അതിനാലാണ്. അത് ദർശിക്കുവാൻ പ്രയാസമാണ് ഈ ദിവ്യരൂപത്തെ എന്നറിയാമല്ലോ, മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മനുഷ്യാകാരം സ്വീകരിക്കുന്നതോടെ നിങ്ങളിതെല്ലാം മറന്നു പോകും. നിങ്ങളെന്നെ മകനായി സ്വീകരിക്കുകയും അതേസമയം പരമാത്മാവായി ആരാധിക്കുകയും ചെയ്യുക. ഇത്രയും പറഞ്ഞ് ഭഗവാൻ സാധാരണ ശിശുവായിട്ട് മാറുകയാണ്. ഇതേ സമയത്ത് ഗോകുലത്തിൽ ആ രോഹിണിയുടെ ഗർഭത്തിൽ, രോഹിണിയല്ല യശോദയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നുണ്ട്. അങ്ങ് യോഗമായാദേവിയാണ് ജനിക്കുന്നത് അവിടെ. യോഗമായാദേവി യശോദയുടെ, അതായത് നന്ദപത്നിയായ യശോദയിൽ നിന്ന് ജനിക്കുകയാണ് യോഗമായാദേവി. ഭഗവാൻ ഇവിടെ ഇത്രയും പറഞ്ഞ് സാധാരണ ശിശുവായി മാറുന്നു. ആ ഭഗവത് പ്രേരണ നിമിത്തം വസുദേവർ ആ കുഞ്ഞിനെയും എടുത്ത് കാരാഗ്രഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ മായാശക്തി കാവൽക്കാരെയും പൗരജനങ്ങളെയും എല്ലാം ഗാഠനിദ്രയിലാഴ്ത്തി. എല്ലായിടവും നിശബ്ദമായി. വസുദേവർ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ തന്നെ അവിടെ നിന്നും അന്ധകാരം അകന്നുപോയി. അർദ്ധരാത്രിയാണല്ലോ സമയം. അങ്ങ് എല്ലായിടത്തും നല്ല പ്രകാശം പരക്കുകയാണ്. ആ പ്രകാശം പരന്ന ഉടൻ തന്നെ വസുദേവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞു മാറി. വാതിലുകൾ താനേ തുറന്നു. അദ്ദേഹം പുറത്തു കടന്നയുടൻ പതുക്കെ പതുക്കെ മഴ പെയ്യാൻ തുടങ്ങി. ആദിശേഷൻ വസുദേവർക്കും ശിശുവിനും മഴ നനയാതെ പണം വിതർത്തി ഇങ്ങനെ കുട പോലെ നിലകൊണ്ടു. കലങ്ങി മറിഞ്ഞ് കൂലം കുത്തി ഒഴുകുന്ന ആ കാളിന്തി നദി വസുദേവർക്ക് പോകാനായി വഴിമാറിക്കൊടുത്തു. നമ്മൾ കണ്ടു രാമായണത്തിൽ ശ്രീരാമൻ അമ്പെടുത്തപ്പോഴത്തേക്കും ആ ചിറകെട്ടാൻ, അതായത് സേതുബന്ധനത്തിന് വേണ്ടി വഴി ചോദിച്ചപ്പോൾ വരുണദേവൻ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ ക്രുദ്ധനായി അമ്പും വില്ലും എടുത്ത ഉടനെ സമുദ്രം വഴി മാറിക്കൊടുത്തില്ലേ. അതുപോലെ ഇവിടെയും ക്രുദ്ധനായൊന്നുമില്ല. വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ചെന്നപ്പോഴേക്കും കാളിന്തി നദി, അതും മഴ സമയമാണ്, അപ്പോൾ ആ കൂലം കുത്തി ഒഴുകുന്ന ആ വെള്ളം രണ്ടു വശത്തേക്കും മാറി വഴി കൊടുക്കുകയാണ്. അങ്ങനെ വസുദേവർ യശോദയുടെ സൂതികാഗ്രഹത്തിലെത്തി. സൂതികാഗ്രഹം പ്രസവമുറിയാണെന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം പുത്രനെ അവളുടെ അരികത്ത് കിടത്തിയിട്ട് അവളുടെ അരികിൽ കിടന്ന ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ദേവകിയുടെ സമീപത്ത് കിടത്തുകയാണ് വസുദേവർ. അതിനുശേഷം എല്ലാം പൂർവ്വസ്ഥിതിയിലായി. യോഗമായ ശക്തിയാൽ പ്രസവ ആലസ്യം കൊണ്ടും താൻ പ്രസവിച്ചത് ആ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നൊന്നും യശോദയ്ക്ക് അറിയില്ലായിരുന്നു. ഇവിടെ മൂന്നാം അധ്യായം സമാപിക്കുകയാണ്. ഇനി അടുത്തത് 4-ാം അധ്യായമാണ്. വസുദേവർ കുഞ്ഞിനെ ദേവകിയുടെ അരികിൽ കിടത്തിയ മാത്രയിൽ വാതിലുകളെല്ലാം താനെ അടയുന്നു. വസുദേവരുടെ കൈകളിലൊക്കെ പഴയതുപോലെ ചങ്ങല വന്ന് വീഴുന്നു. കാവൽക്കാർ നിദ്ര വിട്ടുണരുന്നു. ആ സമയത്ത് തന്നെ പെൺകുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങി. കാവൽക്കാർ ഉടനെ ചെന്ന് കംസനോട് പതിവ് പോലെ വിവരം അറിയിക്കുന്നു. ദേവകി പ്രസവിച്ചു. ഇത് കേട്ട കംസൻ
കേട്ടത് പാതി കേൾക്കാത്ത പാതി ഓടിയെത്തുകയാണ്. ഇവനാണ് തൻ്റെ അന്തകൻ. ജ്യേഷ്ഠനോട് ദേവകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇത് പെൺകുഞ്ഞാണ്, ഇതിനെ കൊല്ലാതെ എനിക്ക് നൽകിയാലും അങ്ങിവളെ പുത്രവധുവായി കരുതി വെറുതെ വിടണേ. സ്ത്രീഹത്യ പാപമാണ്, അത് വീരന്മാർക്ക് ഭൂഷണമാണോ? എനിക്ക് മുൻപ് ജനിച്ച പുത്രന്മാരെ എല്ലാം, അതായത് എനിക്ക് ആദ്യമുണ്ടായ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് കൊന്നുകളഞ്ഞുവല്ലോ. ഇവളെങ്കിലും അവിടുന്ന് എനിക്ക് നൽകണമേ. ഭാഗ്യഹീനയായ അങ്ങയുടെ ഈ സഹോദരിയോട് ഇത്തിരി കരുണ കാണിച്ചാലും ഈ പെൺകുഞ്ഞിനെയെങ്കിലും എനിക്ക് നൽകൂ ജ്യേഷ്ഠ. ഇങ്ങനെ സഹോദരിയുടെ ഇപ്രകാരമുള്ള യാചനകളൊന്നും കംസൻ്റെ മനസ്സലിയിച്ചില്ല. കംസൻ ആ കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങിയിട്ട് കാലിൽ പിടിച്ച് നിലത്തടിച്ച് കൊല്ലുവാൻ ഒരുങ്ങി. തൽക്ഷണം ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും വഴുതി ഉയർന്നു പൊങ്ങി ആകാശത്തേക്ക് കുതിച്ചുയരുകയാണ്. മുകളിലേക്ക് ഉയർന്നിട്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. 8 തൃക്കൈകളിലും ശംഖം, ചക്രം, അമ്പ്, വില്ല്, വാൾ, അഭയമുദ്ര അതുപോലെ ദിവ്യാംബരങ്ങൾ, ദിവ്യ ആഭൂഷണങ്ങൾ, അങ്ങനെ നാനാതരത്തിലുള്ള ആഭൂഷണങ്ങളാൽ അലങ്കൃതമായ ദിവ്യരൂപം കണ്ട് സിദ്ധന്മാരും ഗന്ധർവന്മാരും ദേവന്മാരും കിന്നരന്മാരും എല്ലാം പുകഴ്ത്തുകയാണ്, വാഴ്ത്തി സ്തുതിക്കുകയാണ് ദേവിയെ. അവർ ബലിപൂജകൾ ചെയ്യുകയാണ്. അങ്ങനെ ദേവി കംസനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ ദുഷ്ട, എന്നെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് ദേവി. അങ്ങനെ ഇത്രയും പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു, അപ്രത്യക്ഷമായി അവിടുന്ന്. ആ ദേവിയെ പല നാമങ്ങളിൽ നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ്. അത് ഭഗവാൻ ആദ്യം പറയുന്നുണ്ടത്. ദേവിയുടെ വാക്കുകൾ കേട്ട കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. എന്നിട്ട് വളരെ താഴ്മയോടെ ദേവകിയോട് പറഞ്ഞു, സോദരി, നിൻ്റെ നിരവധി കുഞ്ഞുങ്ങളെ ഞാൻ കാരണം കൂടാതെ കൊന്നുകളഞ്ഞു. ദുഷ്ടനും ക്രൂരനുമായി ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായ പാപങ്ങൾ ചെയ്ത ഞാൻ ഏത് നരകത്തിലാണ് പോയി പതിക്കുക? മനുഷ്യർ മാത്രമല്ല, ദൈവങ്ങളും അസത്യം പറയുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കേവലം ഒരു അശരീരി വാക്കിനെ വിശ്വസിച്ച് കോപം കൊണ്ട് അന്ധനായ ഞാൻ നിങ്ങളുടെ മക്കളെ എല്ലാം കൊന്നുകളഞ്ഞുവല്ലോ. ഇതെല്ലാം കർമ്മഫലങ്ങളാണെന്ന് കരുതി ദുഃഖിക്കാതിരിക്കുക. സർവവും ഈശ്വരകൽപ്പിതവും നാശത്തിന് വിധേയവുമാണ്. അജ്ഞാനമാണല്ലോ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഞാൻ കൊന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. സർവ്വജീവികളും പ്രാരബ്ധജന്യ ഫലങ്ങളെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇവിടെ പ്രാരബ്ധജന്യം എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളിൽ നിന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഞാൻ കൊല്ലുന്നവനാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവനാണ്. നിങ്ങൾ ദുഷ്ടനായ എനിക്ക് മാപ്പ് നൽകിയാലും സജ്ജനങ്ങൾ ദീനന്മാരിൽ കരുണയുള്ളവരാണല്ലോ. അപ്പോൾ ദീനാനുകമ്പയുള്ള നിങ്ങൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് കംസൻ ഇരുവരുടെയും കാലുകളിൽ പിടിച്ച് കരയുകയാണ്. അനന്തരം ഇരുവരെയും കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നു. ദേവകിയും വസുദേവരും പുഞ്ചിരിച്ചുകൊണ്ട് കംസനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. അഹംഭാവത്തിൻ്റെ കാരണം അജ്ഞാനം തന്നെയാകുന്നു. അതുപോലെ ഈ ഞാനെന്ന ഭാവം, അത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ഉണ്ടാകുന്നതും ലോഭം, മോഹം, കോപം, ശോകം, ഹർഷം, കാമം ഇവയ്ക്ക് അടിമപ്പെട്ട് ദേഹികൾ ഇങ്ങനെ പരംപുരുഷനായ ഭഗവാനെ അറിയുന്നില്ല എന്ന് പറയുകയാണ് ദേവകിയും വസുദേവരും.